ഹലോ, ഏവർക്കും ജൂജിമാസ് കിച്ചൺ ട്രിക്സിൻ്റെ വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ പറമ്പിൽ നല്ല നാടൻ പപ്പായ മരം 3-4 എണ്ണം ഉണ്ട്. അതിലുണ്ടാവുന്നതാണെങ്കിലോ ഇതുപോലെ നല്ല വലിയ പപ്പായ ആയിരിക്കും ഉണ്ടാവുക. അതും ഭയങ്കര ടേസ്റ്റാണ് അതിന്. അങ്ങനെ വീട്ടിലുണ്ടാവുന്ന പപ്പായയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല യെല്ലോ കളറായിരിക്കും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന റെഡ് ലേഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ റെഡ് ലേഡിയുടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളറായിരിക്കും. പക്ഷേ എനിക്ക് ഈ പപ്പായയുടെ ടേസ്റ്റ്, ഈ നാടൻ പപ്പായയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആ പപ്പായ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. അതും നല്ല ചനച്ച ഈ പരുവത്തിലുള്ള പപ്പായ വെച്ചിട്ട്. ചനച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂത്ത് പഴുത്ത് വരുന്ന പപ്പായ. ഇതിങ്ങനെ ഉടഞ്ഞു പോകുന്ന പരുവല്ല, കറുമുറുന്ന് കടിച്ച് കഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവല്ലേ, ആ പരുവത്തിലുള്ള ഒരു ഫുൾ പപ്പായയും കുറച്ചൊന്ന് പഴുത്ത് കുറച്ചും കൂടെ പഴുത്ത് വരുന്ന പപ്പായയുടെ ഒരു പകുതി ഭാഗവും അത് വെച്ചിട്ട്, അപ്പോഴാണ് നല്ല മധുരമുള്ള പച്ചടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഈ പപ്പായ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പച്ചടിക്കൊക്കെ മുറിക്കില്ലേ ആ പരുവത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇത് മുറിക്കുമ്പോൾ ഈ ഒരു പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്തങ്ങയൊക്കെ മുറിക്കുമ്പോൾ ഉണ്ടാവുന്ന പോലെ അതുപോലെ ആയിരിക്കണം. ഉടഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ നല്ലപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റണം. അങ്ങനെ ഒരു പരുവമാണ് ഈ ചനച്ച പരുവം എന്ന് പറയുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഒന്ന് കണ്ടില്ലേ, ഇങ്ങനെ ഒരു പരുവത്തിലായിട്ടുള്ള പപ്പായയുടെ ഒരു പീസും കൂടി എടുക്കണം. ഇത് കണ്ടോ, ഇത്രയും കൂടെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ പരുവത്തിലുള്ള ഇത്രയും കൂടെ ഉടഞ്ഞ പരുവത്തിലുള്ള ഇതും കൂടെ വേണം. ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് വേഗം നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ വേഗം തന്നെ 10 മിനിറ്റിൽ തന്നെ മറ്റുള്ള കറികളുടെ ഒപ്പം വിഷു സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള പച്ചമുളകിൻ്റെ, നല്ല നാടൻ പച്ചമുളകിൻ്റെ തൈകളാണ്. ഇതുപോലെ തന്നെ 3-4 എണ്ണം ഉണ്ട്. അതിൽ പല വെറൈറ്റി പച്ചമുളകുകളാണുള്ളത്. ഉണ്ട പച്ചമുളകുണ്ട്, ഈ ഒരു ഷേപ്പിലുള്ളതുണ്ട്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ കറികളിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയാണ് കിട്ടാറുള്ളത്. പിന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് വലിയ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായ എല്ലാം തന്നെ ഇട്ട് കൊടുക്കുക. ഇത് വേഗം വേവുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം, കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചമുളക്, എന്നിട്ട് വേഗം തന്നെ ഇത് വേവും. അങ്ങനെ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ അങ്ങനെ കിടക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെരുവിയതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിന് ഒരു പാകത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം,
പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകിൻ്റെ സ്മെല്ല് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് കടുക് തന്നെയാണ്. പിന്നെ ഈ തേങ്ങ അരയ്ക്കുന്നതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതിനെ അരച്ചെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ പപ്പായ ഇതാ റെഡി ആയിട്ടുണ്ട്. ഉടഞ്ഞിങ്ങനെ വെന്ത് കലങ്ങി പോകരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു മാക്സിമം ഒരു 7 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ അതിനിതാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കടിക്കാൻ പറ്റുന്നൊരു പരുവായിരിക്കണം, എന്നാൽ നല്ലപോലെ വെന്തിട്ടുണ്ടാവണം. ആ ഒരു പരുവത്തിൽ തേങ്ങയുടെ ആ പച്ച കുത്ത് ഒന്ന് ഒതുങ്ങുന്നത് വരെ ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഫൈനലി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. കട്ടയുണ്ടാവാൻ പാടില്ല. കട്ടയില്ലാതെ പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കണ്ട. ജസ്റ്റ് ഒന്ന് പത വരുന്ന സമയത്ത് നമുക്കിതിനെ ഓഫ് ചെയ്യാം. ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെയുള്ള കറികൾ വെക്കുമ്പോൾ ആ പുളീനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് മധുരം ബാലൻസ് ചെയ്യാന്നുള്ളതല്ല, പക്ഷെ ഇത് ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ശർക്കരപ്പാനി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ഇതിലേക്ക് കിട്ടും. ഇനി നമുക്ക് അതിലേക്കുള്ള വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച്, ഉലുവ പൊട്ടിച്ച്, വറ്റൽമുളകും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് എരിവിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ കറീനെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നിങ്ങളുടെ വിഷുവിന് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള പപ്പായ ഒരുപാടുള്ള സമയമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല കുറുകിയിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.